അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ സുഖമാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഞാൻ അടുക്കളയ്ക്ക് എത്തിയപ്പോൾ 6 മണി ആയിക്കണം കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല മടിച്ചയക്കണം എണിച്ചാൻ വേണ്ടിയിട്ട്. പിന്നെ എന്താ പറയുക, കടലക്കറിയാണ് വെക്കുന്നത്. ഇതിന് മുമ്പ് ഞാൻ വീഡിയോയിൽ ഇട്ടിക്കണമെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്ന് ഞാൻ അധികം വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ കടല രാത്രി വെള്ളത്തിലിട്ടാണ്. അപ്പോൾ നല്ലോണം കഴുകിയിട്ട് അത് കുക്കറിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ലേശം മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ഇടുക. പിന്നെ ഒരു സവാള, ഒരു തക്കാളി, ഒരു ഉരുളക്കിഴങ്ങും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ആവശ്യത്തിന് ചതച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം വേവിച്ചിട്ട് അതിൽ ഒരു പിടി പച്ചമല്ലി, ഒരു പിടി തേങ്ങ, പിന്നെ നമ്മൾ എരിവിന് ആവശ്യമുള്ള ഉണക്കമുളക്, പിന്നെ വലിയ ജീരകം, കറി മസാല, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് കുറച്ച് തോനെ കറിവേപ്പില ഇട്ടിട്ട് നല്ലോണം വറുക്കുക. ചോക്ക വറുത്തിട്ട് നല്ല അരച്ചിട്ട് നമ്മൾ ഈ വേവിച്ച കടലയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ല തിളപ്പിച്ചതിൻ്റെ ശേഷം ചെറിയ ഉള്ളിയും കറിവേപ്പില ഇട്ടിട്ട് വറവിടുക. അത്രയേ ഉള്ളൂ കേട്ടോ. നല്ല രസമാണ്. ഇങ്ങനെ വെക്കാത്തവരൊന്ന് വെച്ച് നോക്കി. എല്ലാ പലഹാരത്തിനും പറ്റും കേട്ടോ. പുട്ടിന്, അതേമാതിരി ചപ്പാത്തിക്ക്, ദോശക്കൊക്കെ പറ്റും. അപ്പം ഞാനത് ആ കടല വേവിച്ചിട്ട് ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി കുടിക്കുകയാണ്. അലർജി ആയിട്ടാണെന്ന് തോന്നുന്നു, തൊണ്ട ഭയങ്കര വേദന കേട്ടോ. ഇന്നലെ കുറച്ച് പൊടിത്തട്ടലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എന്താണെന്ന് വെച്ചാൽ ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് മല്ലി, 2 മണി കുരുമുളകൊക്കെ ഇട്ടിട്ടാണ് ചായ ഉണ്ടാക്കിയത്. അപ്പോൾ ചെറിയൊരു എരിവും നല്ല ചൂടോട് കൂടി ഒരു ഗ്ലാസ് ചായ രാവിലെ കുടിക്കുമ്പോൾ തൊണ്ടക്ക് നല്ലൊരു സുഖമാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ചായയൊക്കെ കുടിച്ച് വന്നതിന് ശേഷമാണ് ബാക്കിയുള്ള പരിപാടിയൊക്കെ ചെയ്തത്. അപ്പോൾ കടലക്കറി, നൂലപ്പം, പിന്നെ പരിപ്പ് കറി വെച്ച് കുറച്ച് മീനും വറുത്തുനിന്ന് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. ഇന്ന് എന്താണെന്ന് വെച്ചാൽ സിനിമകൾ ഇന്നലെ ഒന്നും മുണ്ടിയില്ല. അന്ന് രാവിലെ പറയും എനിക്ക് നേരത്തെ പോകണം അമ്മാന്ന്. ഞാൻ കുറച്ച് നേരം മുറ്റത്തൊക്കെ ഇരുന്നിട്ട് വന്നതിന് ശേഷം അപ്പോൾ എന്നാൽ പിന്നെ ഉള്ളതൊക്കെ മതിയെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ 3 ആൾക്കും അത് കൊടുത്തയച്ച്. അപ്പോൾ ഓലൊക്കെ പോയതിന് ശേഷം മേലെ ബാൽക്കണി അടിച്ചൊരു തുടക്കാൻ വേണ്ടി പോയതാണ്. മേലെ ബാൽക്കണി നല്ല രസമാണ് കേട്ടോ. ഞാൻ അവിടെ ഇരുന്നിട്ടാണ് എഡിറ്റൊക്കെ ചെയ്യൽ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ.